സർക്കാരിന്റെ വയനാട് ടൗൺഷിപ്പിനെതിരെ ചിലർ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നുവെന്നും ഇതിനു പിന്നിൽ മുൻ KSU നേതാവാണെന്നും വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ്. NM വിജയനെ പറ്റിച്ച് IC ബാലകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ പണം വെച്ചാണ് കോൺഗ്രസ് ഡീൽ നടത്തുന്നതെന്നും കെ റഫീഖ് പറഞ്ഞു. കുറേ വീടുകൾ വർക്ക് കഴിഞ്ഞു, കുറച്ച് വീടുകൾ മാത്രമാണ് ചെറിയ ചെറിയ വർക്കുകൾ ഉള്ളത്. അവിടെ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ വർക്കുകൾ ചെറിയ വർക്ക് ചെയ്തിട്ടാണല്ലോ. മൊത്തത്തിൽ ടൗൺഷിപ്പിലാകെയുള്ള ബാക്കി 410 വീടുകളാണല്ലോ മൊത്തം നിർമ്മിക്കുന്നത്. ആ ടൗൺഷിപ്പിൻ്റെ ഭാഗമായുള്ള മുഴുവൻ ഭാഗത്തും നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തൊഴിലാളികളുണ്ട്, സ്കാറ്റേഡായി കിടക്കുകയാണ്. ഇപ്പോൾ തൊഴിലാളികൾ ഒരു സ്ഥലത്ത് പോയാൽ കൂടി വർക്ക് ചെയ്ത് കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള ചില വീഡിയോസ് എടുത്ത്, ദൃശ്യങ്ങളെടുത്ത് കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. അതൊന്നും യഥാർത്ഥത്തിൽ ഇത്രയേറെ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു തറക്കല്ലിട്ടതിന് ശേഷം ഒരു കല്ല് പോലും എടുത്തു വെക്കാതെ, തറക്കല്ലിടുന്നതിന് മുമ്പ് തന്നെ ഒരു അപേക്ഷ പോലും അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അപേക്ഷ സമർപ്പിക്കണ്ടേ? അപേക്ഷ പോലും സമർപ്പിക്കാതെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുക എന്ന ലക്ഷ്യം പോലും ഇല്ലാതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ടുവന്ന് ഇത്ര ദിവസം പിന്നിടുമ്പോഴും ഒരു കാര്യവും കോൺഗ്രസിനെതിരെ വിമർശനം ഉയരുമ്പോൾ ആ വിമർശനത്തെ തടയാൻ വേണ്ടി അങ്ങനെയൊരു ശ്രമം നടത്തിയാൽ അത് വിലപ്പോകുമെന്ന് കരുതുന്നവർ അത് തെറ്റായിരിക്കുമെന്ന് അവർക്ക് ബോധ്യപ്പെടും. കാരണം ദുരന്തബാധിതർക്ക് ഇക്കാര്യത്തിൽ യാതൊരു